ഹായ് ഡിയേഴ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ നമ്മൾ ത്രെഡ് വെച്ചിട്ട് ഒരു മാലയാണ് സെറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പൊ ത്രെഡ് എന്ന് പറയുമ്പോഴത്തേക്കും നൈലോൺ ത്രെഡ് ഉണ്ട്, സിൽക്ക് ത്രെഡ് ഉണ്ട്. സിൽക്ക് ത്രെഡ് ആകുമ്പോഴത്തേക്കും നമ്മൾ ഒരുപാട് ചുറ്റേണ്ടി വരും. അപ്പൊ അത് ക്ഷമയുണ്ടെങ്കിൽ മാത്രം സിൽക്ക് ത്രെഡിന്റെ ജസ്റ്റ് ചെയ്ത് നോക്കുക. സിൽക്ക് ത്രെഡ് ഉണ്ട്, നൈലോൺ ത്രെഡ് ഉണ്ട്, ജൂട്ട് ത്രെഡ് ഉണ്ട്, സാറ്റിന്റെ ത്രെഡ് ഉണ്ട്, എംബ്രോയിഡറി ത്രെഡ് ഉണ്ട്. പിന്നെ അതുപോലെ അങ്ങനെ ഒരുപാട് ടൈപ്പ് ത്രെഡുകൾ ഉണ്ടല്ലേ. അപ്പൊ ആ ത്രെഡുകളൊക്കെ വെച്ചിട്ട് നമുക്ക് വളരെ ക്രിയേറ്റീവ് ആയിട്ട് മാലകളൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. സാരിയുടെ കൂടെയും കുർത്തയുടെ കൂടെയും ചുരിദാറിന്റെ കൂടെയും ഒക്കെ ഇടാൻ പറ്റുന്ന മാലകളൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനത്തെ ഒരു മാലയാണ് നമ്മൾ ഇന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ എന്തെങ്കിലും മെറ്റീരിയൽസ് കയ്യിൽ കിട്ടുമ്പോൾ നമുക്ക് അത് എങ്ങനെ സെറ്റ് ചെയ്ത് മനോഹരമായിട്ടുള്ള മാലയും കമ്മൽ യുണീക്ക് ആയിട്ടുള്ള കമ്മലുകളും മാലകളും ഒക്കെ എങ്ങനെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ള ആ ഒരു തോട്ട്, ആ ഒരു വേ ഓഫ് തിങ്കിങ്, ആ ഒരു ഐഡിയ, ആ ഒരു സ്കില്ല്, ആ ഒരു കൺസെപ്റ്റ് മാത്രം മതി നമുക്ക്. ജ്വല്ലറി മേക്കിങ്ങിന് ശരിക്കും അത്രയും മാത്രം മതി എന്നാണ് എന്റെ ഒരു കാഴ്ചപ്പാട്. ബിക്കോസ് ഞാനിത് കോഴ്സായിട്ടൊന്നും പഠിച്ചിട്ടുള്ള ആളൊന്നുമല്ല. ജസ്റ്റ് എന്റെ ഒരു സ്കില്ല് അനുസരിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ മെറ്റീരിയൽസിന്റെ കാര്യമൊക്കെ ഞാൻ നേരത്തെ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ തന്നെ നമുക്ക് ബ്രോഡ്വേന്നും അതുപോലെ തന്നെ കോഴിക്കോടുള്ളവർക്കൊക്കെ ആണെങ്കിൽ എസ് എൻ സ്ട്രീറ്റ്, മിഠായി തെരുവ് അവിടെ നിന്നൊക്കെ വാങ്ങിക്കാൻ പറ്റുന്നതാണ്. പിന്നെ അടൂരാണെങ്കിൽ മോത്തിയിൽ അത്യാവശ്യം മെറ്റീരിയൽസ് ഒക്കെ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. പിന്നെ ഇൻ കേസ് നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊക്കെ വേണമെങ്കിൽ നിങ്ങളുടേതായ രീതിയിൽ നോർത്തിലൊക്കെ ജസ്റ്റ് ഒന്ന് നോർത്ത് ഇന്ത്യൻ സൈഡിലൊക്കെ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. അവിടെയും ചിലപ്പോൾ കിട്ടുന്നതായിരിക്കും. പിന്നെ ചില മെറ്റീരിയൽസ് ഒക്കെ നമുക്ക് ആമസോണിലും അവൈലബിൾ ആണ്. അപ്പം മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ പുതുതായിട്ട് ഒരാളെ മാത്രം നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാതെ പുതുതായിട്ട് എന്തൊക്കെ മെറ്റീരിയൽസ് വരുന്നു എന്ന് വെച്ചാൽ അതൊക്കെ നമ്മൾ അപ്ഡേറ്റ് ആകാൻ വേണ്ടി ശ്രമിക്കും. മെയിനായിട്ട് നമ്മൾ ഈ ഒരു ഏതൊരു ബിസിനസ് ചെയ്യുമ്പോഴാണെങ്കിലും നമ്മൾ ചെയ്യുന്ന ആ ഒരു കാര്യത്തിൽ നല്ലൊരു കഴിവും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ ആ കാര്യത്തിൽ ഭയങ്കരമായിട്ട് അറിവും നമ്മൾ എപ്പോഴും അപ്ഡേറ്റഡും ആയിരിക്കണം. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പൊ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് പോവുകയാണ്. അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പം നമ്മളിവിടെ എടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ എംബ്രോയ്ഡറിയുടെ ത്രെഡാണ്. അപ്പം ഞാൻ കൂടുതലും മാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എംബ്രോയ്ഡറിയുടെ ത്രെഡാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഗിയർ വയർ എടുത്തിട്ടുണ്ട്. ഗിയർ വയർ ഗോൾഡും ഉണ്ട്, സിൽവറും ഉണ്ട്. പിന്നെ ആണെങ്കിൽ ചാംസ്, അതായത് വലിയ കോയിൻസ് ആട്ടോ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ലോക്കറ്റും എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടേതായ ഇഷ്ടമുള്ള, ഞാൻ ജസ്റ്റ് ഒരു മോഡൽ കാണിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം കേട്ടോ. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒരു മോഡൽ ജസ്റ്റ് കാണിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇങ്ങനെയും ചെയ്യാമെന്നുള്ളൊരു ഐഡിയ കാണിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. എന്നിട്ട് ഞാൻ കുറച്ച് ബീഡ്സ് ഒക്കെ എടുക്കുന്നത്, ഇവിടെ എടുത്തിരിക്കുന്ന ബീഡ്സ് ഗ്ലാസ് ബീഡ്സ് ആണ്. ഇപ്പോൾ കുറച്ചുകൂടെ ക്വാളിറ്റി വേണമെങ്കിൽ നമുക്ക് അഗേറ്റിൻ്റെ സ്റ്റോൺ ബീഡ്സ് എടുക്കാം. പിന്നെ കുറച്ച് വുഡൻ ബീഡ്സും ഞാനിവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ സിൽവറിൻ്റെ അല്ലാത്ത കുറച്ച് ബീഡ്സും ഒക്കെ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു എന്താണ് എംബ്രോയ്ഡറി ത്രെഡിൻ്റെ ആ ഒരു പേപ്പറൊക്കെ സംഭവങ്ങളെല്ലാം മാറ്റിയിട്ട് നമ്മൾ നല്ല നീളത്തിൽ വൃത്തിയായിട്ട് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. അതായത് ഇതുപോലൊരു ഡോരി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് ഒന്നെങ്കിലും, ഞാനിപ്പോൾ ഇവിടെ മൾട്ടിപ്പിൾ കളേർഡായിട്ടാണ് എടുത്തിരിക്കുന്നത്. വേണമെങ്കിൽ ബ്ലാക്ക് മാത്രമായിട്ടും റെഡ് മാത്രമായിട്ടും അല്ലെങ്കിൽ ബ്ലൂ മാത്രമായിട്ടും ഗ്രീൻ മാത്രമായിട്ടും ഒക്കെ നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇപ്പം ഞാൻ ഈ ഒരു ഡിസൈൻ ആണെങ്കിൽ ആമസോണിൽ കണ്ടതായിരുന്നു. ഇപ്പം ലോക്കറ്റ് കുറച്ചൊക്കെ വ്യത്യാസമുണ്ട്. അപ്പം ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന കുറച്ച് മെറ്റീരിയൽസ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഡോരി ഇതുപോലെ നമ്മൾ വീഡിയോയിൽ എങ്ങനെയാണോ കാണിക്കുന്നത് അതുപോലെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. ഡോരി നമ്മൾ ഇതുപോലെ സെറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പം ഇതിനൊക്കെ എത്ര റേറ്റിന് കൊടുക്കാമെന്നൊക്കെ ചോദിച്ചാൽ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് എത്രയാണ് എക്സ്പെൻസ് പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എത്രമാത്രം ഇതിന് വർക്ക് ചെയ്തു എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് റേറ്റും കാര്യങ്ങളും കാൽക്കുലേറ്റ് ചെയ്ത് ഇടാനായിട്ട് പറ്റും. അപ്പം നമുക്ക് ഈ ജ്വല്ലറി മേക്കിങ് നല്ല രീതിയിൽ കൊണ്ടുപോവുകയാണെങ്കിൽ, ഇപ്പോൾ ഇൻസ്റ്റയും എഫ് ബിയും ഒക്കെ നല്ല രീതിയിൽ റീച്ചൊക്കെ ആയിട്ട് നിൽക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന, ഇപ്പം ഒരു ഫാമിലി സപ്പോർട്ടും അതുപോലെ തന്നെ അല്ലെങ്കിൽ നമ്മൾ സപ്പോർട്ട് ഉണ്ടാക്കി എടുക്കണം. ശരിക്കും പറഞ്ഞാൽ ഒക്കെ ഫ്രണ്ട് സപ്പോർട്ടും ഒക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ നല്ലപോലെ ഇൻകം കിട്ടുന്ന ഒരു ഫീൽഡാണ് ഈ ഒരു ജ്വല്ലറി മേക്കിംഗ് എന്ന് പറയുന്നത്. ഹാൻഡ് മെയ്ഡ് ജ്വല്ലറി മേക്കിംഗ്. കാരണം ഹാൻഡ് മെയ്ഡ് ജ്വല്ലറിയിൽ നമുക്ക് ഒരുപാട് വെറൈറ്റീസ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ടെറാക്കോട്ടയാണെങ്കിൽ ടെറാക്കോട്ട ചെയ്യാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ ആണെങ്കിൽ, ഞാൻ ടെറാക്കോട്ട അങ്ങനെ ചെയ്തിട്ടില്ല കേട്ടോ. എനിക്കത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടെന്നല്ല, ഞാൻ അത് എത്ര ചെയ്തിട്ട് നമുക്ക് ഓരോന്നിനും ഓരോരോ എനിക്കറിയാവുന്നത് ഇങ്ങനത്തെ ജ്വല്ലറീസ് ചെയ്യാനാണ്. അപ്പോൾ ടെറാക്കോട്ട അറിയാവുന്നവർ അങ്ങനെ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക.
നമ്മൾ ആദ്യം ഡോരി ഇവിടെ സെറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ വെച്ചാൽ നമ്മൾ മാലകളൊക്കെ കൊടുക്കുമ്പോൾ ഇൻസ്ട്രക്ഷൻസ് വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് നമ്മുടെ ഒരു ഭാഗം ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ഇൻസ്ട്രക്ഷൻസ് ജസ്റ്റ് വേണമെങ്കിൽ എഴുതി കൊടുക്കാം. അങ്ങനത്തെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നമുക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങളിപ്പം ഡിഗ്രിക്കോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പഠിക്കുകയാണെങ്കിൽ എക്സ്ട്രാ ഇൻകം ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ പരിപാടികളൊക്കെ കുറച്ച് സമയം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഒരു എക്സ്ട്രാ ഇൻകം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഇൻകം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വഴി കൂടിയാണ് ഈ ഒരു ജ്വല്ലറി മേക്കിംഗ്. ഇപ്പം ഞാനൊക്കെ പഠിക്കുന്ന സമയത്താണെങ്കിൽ എനിക്ക് ഇതിനെപ്പറ്റി വലിയ അറിവൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിലാണ് ഞാൻ ഒരു സ്കൂളും കോളേജും ഒക്കെ പഠിച്ചത്. ഇപ്പോൾ ഇപ്പോഴാണെങ്കിൽ സോഷ്യൽ മീഡിയ ഒക്കെ ഭയങ്കര ആക്റ്റീവായിട്ട് നിൽക്കുന്നൊരു സമയം കൂടിയാണ്. അപ്പം നമുക്ക് എന്തായാലും സെല്ലിങ്ങിന് ബുദ്ധിമുട്ട് വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല രീതിയിൽ ക്രിയേറ്റീവായിട്ട് വീഡിയോസൊക്കെ ചെയ്യാൻ അറിയാവുന്നവർക്കാണെങ്കിൽ സെല്ലിങ് വലിയ ബുദ്ധിമുട്ടില്ലാതെ നടക്കുമെന്നാണ് എൻ്റെ ഒരു ഐഡിയ എന്ന് പറഞ്ഞേക്കുന്നത്. പിന്നെ ഞാനിവിടെ ഒരു ബീഡ് ഇട്ട് കൊടുത്തിട്ട് ആ ഒരു ഡോരി നമ്മൾ ഇതുപോലെ നല്ല രീതിയിൽ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ബീഡ് കയറാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ആണെങ്കിൽ കുറച്ച് പശ ഇതുപോലെ തൂത്ത് കൊടുത്തിട്ടാണ് ആ ഒരു ബീഡ് ഞാൻ കയറ്റി ഇവിടെ എടുക്കുന്നത്. ഇതൊക്കെ നമ്മുടെ ഐഡിയ ആട്ടോ. പെട്ടെന്ന് കയറാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് പശയൊന്ന് തൂത്ത് കൊടുത്തു. അതിൻ്റെ അറ്റം പശ ജസ്റ്റ് ഒന്ന് തൂത്ത് കൊടുത്ത് ഒന്ന് കൂർപ്പിച്ചിട്ടാണ് നമ്മൾ ആ ഒരു ബീഡ് കയറ്റുന്നത്. എന്നിട്ട് നമുക്ക് എത്ര ലെങ്ത് വേണോ ആ ലെങ്തിനനുസരിച്ച് നമ്മൾ എടുത്തിട്ട് അതിൻ്റെ അടിവശത്തായിട്ട് ഇതുപോലെ ഒരു കെട്ടൂട് ഇട്ട് കൊടുക്കുക. അപ്പം നമ്മുടെ ആ ഒരു ഡോരി ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ ഗിയർ വയർ എടുക്കുക. ഗിയർ ലോക്ക് ഇട്ട് ഈ ഒരു കുഞ്ഞു സാധനമാണ് ഗിയർ ലോക്ക്. അപ്പോൾ ഈ ഗിയർ ലോക്ക് നമുക്ക് ഗോൾഡും സിൽവറിലും ഒക്കെ അവൈലബിൾ ആണ്. അപ്പം ഗിയർ ലോക്ക് എങ്ങനെ ഇടുക എന്ന് വെച്ച് ഞാനിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നത് എങ്ങനെയാണോ അതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. അതായത് ആ ഒരു ത്രെഡിൽ കൂടി ഇട്ടിട്ട് അതിൻ്റെ അപ്പുറത്ത് വരുന്ന വശം ആ ഒരു ബീഡിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പം ഞാൻ എത്രമാത്രം പറയുന്നത് മനസ്സിലാകുന്നുണ്ടെന്നുള്ള കാര്യമൊന്നും എനിക്കറിയത്തില്ല. അപ്പം നിങ്ങൾ ജസ്റ്റ് ആ വീഡിയോ നോക്കിയിട്ട് സ്ലോ ചെയ്ത് വല്ലതും നോക്കിയിട്ടത് മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ നമ്മുടെ ആ ഒരു നമുക്കൊരു ഹോബിയായിട്ട് വേണമെങ്കിലും ഇത് കൊണ്ടു നടക്കാം. ഈ ഒരു ഹോബി, ഈ ഒരു പാഷൻ നമുക്ക് പ്രൊഫഷനായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. ഇപ്പോൾ ജ്വല്ലറി മേക്കിങ്ങിന് ഒരുപാട് കോഴ്സുകളൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളുടേതായ രീതിയിൽ കണ്ടുപിടിച്ച് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അപ്പം നമുക്കാണെങ്കിൽ പഠിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ആ ഒരു ഹോബി നമുക്ക് ജസ്റ്റ് നമ്മൾ ഫോൺ യൂസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ എന്തായാലും ഒരു ടൈം അഡ്ജസ്റ്റ് ചെയ്തായിരിക്കുമല്ലോ നമ്മൾ പഠിക്കുകയും ഓരോരോ കാര്യങ്ങളും ചെയ്യുന്നത്. ഞാനങ്ങനെ ആട്ടോ ചെയ്യുന്നത്. എല്ലാവരുടെയും കാര്യം എനിക്ക് അറിയത്തില്ല. അപ്പോൾ ആ ഒരു നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആ ഒരു ടൈമിൽ നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ ഒരു സ്വന്തമായിട്ട് ഇൻസ്റ്റാ പേജും FB പേജും ഒക്കെ ഉണ്ടാക്കിയിട്ട് നമുക്കിതുപോലെ മാലകളുടെയും അതുപോലെ തന്നെ ബാംഗിൾസ് നമ്മളുണ്ടാക്കിയ ഹാൻഡ് മെയ്ഡ് ഐറ്റത്തിൻ്റെയൊക്കെ നമുക്കിതുപോലെ ഫോട്ടോസൊക്കെ നമുക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ത്രെഡ്സും ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നമുക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് ആ ഒരു സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യാൻ നല്ല രീതിയിൽ നമ്മൾ പഠിക്കണം. അതൊക്കെ നമ്മൾ ടെക്നിക്കലായിട്ടുള്ള ചാനൽസ് നോക്കുകയാണെങ്കിൽ അതൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് ബേസിക്കായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ജസ്റ്റ് നമ്മൾ എല്ലാ കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ഒരു അറിവുണ്ടായിരിക്കണം. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, നമ്മൾ ജ്വല്ലറി മേക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിലും ഇപ്പോൾ എന്തൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിലും നമുക്ക് അതിനെക്കുറിച്ച് വ്യക്തമായ അറിവും ധാരണയും ഒക്കെ ഉണ്ടായിരിക്കണം. നമുക്കറിയാവുന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ ബിസിനസ്സായിട്ട് എടുക്കുന്നതായിരിക്കും. നമുക്ക് എന്ത് കാര്യത്തിലാണോ കൂടുതലായിട്ട് അറിവായിട്ടുള്ളത്, അതിപ്പം നമ്മളൊരു പ്രൊഫഷനായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിലും ഒരു പ്രൊഫഷൻ നമ്മൾ സെലക്ട് ചെയ്യുവാണെങ്കിലും നമുക്ക് എന്തിലാണോ കഴിവുള്ളത്, എന്തിലാണോ കൂടുതലായിട്ട് നല്ല ഐഡിയാസും നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്ന് വെച്ചാൽ ആ ഒരു മേഖലയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ മാക്സിമം ശ്രമിക്കുക. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. ഏതൊരു ബിസിനസ് ഇപ്പോൾ ഒരാൾ ഒരു ബിസിനസ് തുടങ്ങിയെന്ന് വെച്ച് സെയിം അതേ ബിസിനസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യരുത്. നിങ്ങൾക്ക് എന്തിലാണോ കഴിവുള്ളതെന്ന് വെച്ചാൽ അതിൽ വേണം നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. ഞാനത് നേരത്തെ പറയേണ്ടതായിരുന്നു, പക്ഷേ എനിക്കത് പറയാനായിട്ട് പറ്റിയില്ല. ഞാനും ഇപ്പോൾ എനിക്കറിയാവുന്ന ഒരു തൊഴിൽ അറിയാവുന്ന ഒരു കഴിവ് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്തും അത് നിങ്ങളോട് ഷെയർ ചെയ്യുന്നതും ഒക്കെ. അപ്പം നമ്മളിപ്പം ആ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് അതിലെപ്പോഴും നമ്മൾ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ ആ ഒരു അപ്ഡേഷൻ ശരിക്കും മസ്റ്റാണ്. അപ്പോൾ പുതുതായിട്ട് വരുന്ന ഡിസൈൻസ് ഏതൊക്കെയാണ്, ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻസ് ഏതൊക്കെയാണ്, പുതിയ ഡിസൈൻസിനെ കുറിച്ചും ഒക്കെ നമുക്ക് വ്യക്തമായിട്ട് ഒരു ഗ്രാഹ്യം നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ അതൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കൂടി പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ മാല ഇവിടെ സെറ്റായിട്ടുണ്ട്. നമുക്കിത് പല കളേഴ്സിൽ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. ഞാനിവിടെ മൾട്ടിപ്പിൾ കളറായിട്ട് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ
വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കല്ല. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ കാണുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് വീഡിയോയിൽ കണ്ടുമുട്ടാം. മാലയൊക്കെ ജസ്റ്റ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഇന്നത്തെ ട്യൂട്ടോറിയൽ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കണ്ടുമുട്ടാം ഡിയേഴ്സ്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. സേഫ് ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു. ബൈ.